കോളേജിലെ സ്റ്റേഡിയം നിർമ്മാണം പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. പ്രദേശത്തെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാക്കുന്ന രീതിയിലാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതെന്നും നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ക്യാമ്പസ് കെട്ടിടത്തിൽ നവംബർ മാസത്തോടെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി ക്ലാസുകൾ തുടങ്ങാനാണ് ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. എക്സാം കഴിഞ്ഞതിന് ശേഷം അടുത്ത നവംബറിൽ നിങ്ങളെ പുതിയ 10 ക്ലാസ് റൂമിലെങ്കിലും നിങ്ങളെ കൊണ്ട് ഇരുത്തണം എന്ന് തന്നെയാണ് കാരണം കഴിഞ്ഞ ബാച്ചുകാരൊക്കെ തന്നെ അത് ആഗ്രഹിച്ച് അവർ ഫൈനൽ കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മുടെ ഇത്തവണത്തെ ഫൈനൽ ഇയർ സ്റ്റുഡൻസിന് ഏതായാലും ഈ ക്ലാസ്സുകളിൽ ഇരുക്കാനും പുതിയ കോളേജിൻ്റെ ഒരു സുഖം അനുഭവിക്കാനും നിങ്ങൾക്ക് കഴിയും എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ഇത് താനൂരിലെ കോളേജ്, ഞാൻ കോളേജിൻ്റെ ആളുകളോട് ഒന്നുകൂടി പറയാം, ഇത് കോളേജിന് മാത്രമുള്ള ഗ്രൗണ്ടാണ് എന്നാരും തെറ്റിദ്ധരിക്കുന്നു. ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ക്ലാസ് നടക്കാത്ത സമയങ്ങളിൽ അല്ലെങ്കിൽ അവധി ദിവസങ്ങളിൽ അടുത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവിടെ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനും അതോടൊപ്പം തന്നെ മറ്റുള്ള കായിക മേഖലകളൊക്കെ സംഘടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പഞ്ചായത്തിന്റെ ഗ്രൗണ്ടിന്റെ കാര്യം കണ്ട് പറയണ്ട. പഞ്ചായത്തെ ഗ്രൗണ്ട് ഉണ്ടാക്കി തന്ന അതിന് ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത ആളുകളാണ് നിങ്ങൾ, പഞ്ചായത്തിന്റെ പ്രതിനിധി. അപ്പൊ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പൊ എന്തായാലും അത്തരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരിടമായി ഇത് മാറണം. ഇതെല്ലാവരുടെയും ആഗ്രഹമാണ്. ഈ പ്രദേശത്ത് മാത്രമല്ല, താനൂരിലെ മുഴുവൻ ആളുകളെയും ആഗ്രഹിച്ച ഒരു ക്യാമ്പസായി ഇത് മാറും. ഇതിൽ ധാരാളം പ്രത്യേകതകളുണ്ട്. ഈ ക്യാമ്പസിന് ഗ്രീൻ ക്യാമ്പസാണ്. നിങ്ങൾക്ക് നടന്നു പോകാനുള്ള വഴികൾ, രസകരമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് പോകാനുള്ള ഇടവഴികൾ, മരങ്ങൾ കൂർന്നുള്ള സ്ഥലങ്ങൾ, അതെല്ലാം വരാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള ഒരു ക്യാമ്പസായി ഇതിനെ നമ്മൾ മാറ്റിയെടുക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റ് കോളേജിന്റെ കളിക്കളം അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് അധ്യക്ഷയായിരുന്നു. സ്പോർട്സ് കേരള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MP അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയേങ്ങൽ, താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക ടീച്ചർ, താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തറമൽ ബാവു, അഷ്കർ കോറാട്, KP രാധ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ G ശ്രീലേഖ, PTA വൈസ് പ്രസിഡന്റ് VP അബ്ദുൽ ലത്തീഫ്, സമദ് താനാളൂർ, V ബിജു, PV ചന്ദ്രൻ, മൊയ്തീൻകുട്ടി ഹാജി, റഫീഖ് മീനടത്തൂർ, K കുമാരൻ എന്നിവർ സംസാരിച്ചു.